ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കുറേ നേരം മുമ്പ് വരെ ഇൻട്രോ എടുക്കണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത്. അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് വണ്ടി കയറിയിരുന്ന് ഇൻട്രോ എടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ദിവസമാണ്. അതെ, നമ്മൾ ഇവിടെ ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കീ കിട്ടണ ദിവസമായിട്ടോ ഇന്ന്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് ഒരു 12 മണിക്ക് ശേഷമൊക്കെ ആവുമായിരുന്നു. പക്ഷെ മെയിലും വിളിയും എല്ലാം വന്നത് പെട്ടെന്നായിരുന്നു. നമ്മുടെ പ്രോസസ്സിങ്ങും പേയ്മെൻറ്റും എല്ലാം ക്ലിയർ ആയി. പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം സടപടേന്നായിരുന്നു. അപ്പം പെട്ടെന്ന് ഇറങ്ങിയാൽ എനിക്കൊരു ഇൻട്രോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കീ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ടും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കീ കിട്ടണ കാരണം അവന് നമ്മൾ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. മീൻസ് നോർമൽ രീതിയിലുള്ള വർക്കിംഗ് ഡേ ആണ്. പിന്നെ ഓഫീസിലും പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇനി 1 മണിക്കൂറും കൂടെ എനിക്ക് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ആ 1 മണിക്കൂറും കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ലീവൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അവിടെ ചെന്നിട്ട് കീ എങ്ങനെയാണ് കിട്ടുന്നതെന്നും എനിക്ക് ഇവിടുത്തെ പ്രോസസ്സൊന്നും കാര്യങ്ങളും അറിയത്തില്ല. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോ കൂടെ കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുകൂട്ടോ, നമ്മളെവിടെ പോവാ? കീ മേടിക്കാൻ. ഹാപ്പിയാണോ? എക്സൈറ്റഡ് ആണോ? ആണോ? അജയ് ചേട്ടനോ? അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സമയം 11 മണി ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല അടിപൊളി വെതറാണ്. രാവിലെ കുറച്ച് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല അടിപൊളി വെതറായി. നല്ല കോട്ടൊന്നും ഇടണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സൂര്യനുണ്ടെന്ന് പറഞ്ഞാലും കാറ്റിന് ഇവിടെ ഒരു കുറവുമില്ല. എന്താവുമെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ എന്താണേലും വീട്ടിലേക്ക് എത്താൻ കുറച്ച് സമയമുണ്ട്. ആ സമയം കൊണ്ട് നിങ്ങൾ പോയി ഞങ്ങളുടെ ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. വീട് മേടിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മോർഗേജ് അഡ്വൈസറെ കണ്ട് ഡിപ്പ് എടുക്കുമായിരുന്നു. അതായത് നമുക്ക് എത്ര എമൗണ്ട് ലോൺ കിട്ടുമെന്നുള്ളത്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ലോൺ എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ട് വീട് നോക്കാൻ തുടങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ നോർവിച്ചിലുള്ള ഒട്ടുമിക്ക എല്ലാ ബിൽഡേഴ്സിൻ്റെയും പ്രോപ്പർട്ടി പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അജയ് ചേട്ടനും കൂടി ഇരുന്ന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മുടെ പ്രയോറിറ്റി എന്തെയാണ്. അതിൽ ഏറ്റവും പ്രയോറിറ്റി സ്കൂളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ലെസ് വന്ന പ്രോപ്പർട്ടി ആയിരുന്നു നമ്മളിപ്പോൾ എടുത്തത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീടൊക്കെ വാങ്ങിച്ചല്ലോ. വീടൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഇന്ന് വീടിൻ്റെ ഫസ്റ്റ് ഫിക്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫിക്സ് കഴിഞ്ഞപ്പം നമുക്ക് അവർക്ക് വീടിൻ്റെ അകത്ത് കയറി നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. അതിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് വീടിൻ്റെ ആ ഒരു പുറത്ത് നിന്നൊരു ലോങ് ഡിസ്റ്റൻസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ ഇതുവരെ അതിൻ്റെ അടുത്ത് പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പം അതിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ അജയ് ചേട്ടൻ എൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അജയേട്ടൻ ആ ഒരു ഏരിയയിൽ പോയി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ലായിരുന്നു. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഫിക്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ നമ്മൾ. അപ്പോൾ നമുക്കിനി പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് വീട് എന്നൊക്കെ. അവർ കുറേയൊക്കെ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അവ കയറിയിരുന്നേ. ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പിള്ളേരെ കയറ്റത്തില്ല കേട്ടോ. അപ്പം ഞാനും അവയോട് വെയിറ്റ് ചെയ്യുകയാണ്. അജയ് ചേട്ടൻ ഇപ്പം വീട് കാണാൻ പോയേക്കുവാണ്. ഇവിടുത്തെ സെയിൽസ് ഗേളും ആയിട്ടാട്ടോ പോകുന്നത്. അപ്പം അജയ് ചേട്ടൻ വന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. പിള്ളേർ അവർ ലീഗലി കംപ്ലീറ്റ് ആവണേടം വരെ ഇവർ കയറ്റില്ലാട്ടോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലും. നമ്മൾ വീട് കാണാൻ പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പോയിട്ട് സെയിൽസ് ഓഫീസർ മിക്കവാറും അവനെ ഇരുത്തിയിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാട്ടോ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. അജയ് ചേട്ടൻ പോയിട്ടുണ്ട്. ഞാൻ ചേട്ടൻ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അങ്ങനെ അജയ് ചേട്ടൻ പോയിട്ട് കണ്ടിട്ട് വന്നു. ഇനി എൻ്റെ ഊഴ കേട്ടോ. ഇവർ ഈ ഫാസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പ് ലൈനും അതുപോലെ ഇലക്ട്രിസിറ്റി ലൈനും ഒക്കെ എതിലേ പോകുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോയും കാര്യങ്ങളും എടുത്തു വെക്കാം. കൂടാതെ ഇവർ ബ്ലൂ പ്രിൻറ്റ് തരുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇവർ വിളിക്കുന്നത്. കാരണം നമ്മൾ ഇനി ഭാവിയിലേക്ക് ഡ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് സൂക്ഷിച്ചും കണ്ടിട്ടും വേണം ചെയ്യാനായിട്ട്.
താഴ്ഭാഗം കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഒരു വീടിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. മോളിൽ കയറി ചെന്നപ്പോഴായിരുന്നു മൊത്തത്തിൽ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നത്. ഏതാ റൂം ഏതാ ബാത്റൂം എന്ന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ കുറേ തടി കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, ഭിത്തിയൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതായത് നമ്മൾ ബ്രിക്സ് വെച്ചിട്ടല്ല ഭിത്തി ഉണ്ടാക്കുന്നത്. മൊത്തം കാർഡ്ബോർഡും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഭിത്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പിള്ളേരെ കയറ്റത്തില്ല. അതും നമ്മൾ കയറുമ്പോഴാണെങ്കിൽ തന്നെ അതിൻ്റെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളും ഷൂവും എല്ലാം കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് രണ്ടാമത്തെ സെക്ഷൻ വീട് കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഞാനിപ്പോൾ വണ്ടിയുടെ പുറകിലാണ് ഇരിക്കുന്നത്. അത് എൻ്റെ ഫ്രണ്ട് സീറ്റ് കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ സെക്കൻഡ് എന്താ പറയുക, അതിനെന്താണെന്ന് വെച്ചിട്ടാ പറയണേ, സെക്കൻഡ് ഫിക്സ് എന്നാട്ടോ പറയണത്. അത് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വീടൊക്കെ ആയിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വീടിൻ്റെ അകത്ത് വന്നപ്പം എനിക്ക് റൂമൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറേ എന്താ പറയുക, ഇങ്ങനെ കള്ളികൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അതൊക്കെ മാറി ഫുൾ പണിയും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയത്തില്ല. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കുന്നത്. ഇപ്രാവശ്യം അവീനെ കയറ്റുമോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും വീട് കണ്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വീട് കാണാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നത് അവിയ. മിക്കവാറും എനിക്ക് തോന്നുന്നു കീ കിട്ടണ ദിവസം അവയ്ക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. ഇന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല, പോയി നോക്കട്ടെ. നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്കും വീട് കയറി കാണാമായിരുന്നു കേട്ടോ. നമ്മളും അവിയും ഒക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ വീട് കാണാൻ വേണ്ടി. ലാസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു സ്കെൽട്ടൻ രൂപം മാത്രമായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം വീട് കാണാനുള്ള മോസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ടൈലും കാർപ്പറ്റും ഒക്കെ ഒരു ഫോട്ടോ കണ്ട് സെലക്ട് ചെയ്താണല്ലോ. അതൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട്, അതിൽ കിച്ചൻ്റെ ഇതൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് കാണാനുള്ള ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അവർക്കൊരു ഇൻസ്പെക്ഷനും കഴിഞ്ഞ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റിലാട്ടോ നമുക്ക് കീ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടെ പാർക്കിങ് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ അവർ ബ്ലോക്കർ വെച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. പിന്നെ അടുത്തുള്ള വീടുകളും ഒന്നും ഇതുവരെ കംപ്ലീഷൻ ആയിട്ടില്ല. അപ്പം നമ്മളാണ് ആദ്യം ഓക്യുപ്പൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ അജയ് ചേട്ടൻ സെയിൽസിൽ പോയിക്കോട്ടോ. അവരെ വിളിച്ചിട്ട് വരാൻ വേണ്ടി കീ തരണമല്ലോ. അപ്പോൾ സെയിൽസ് ഓഫീസിൽ പോയിക്കോണം അവരെ വിളിക്കാൻ വേണ്ടി. പിന്നെ ഇവരിത് മാറ്റുമായിരിക്കും ഇന്നത്തെ കൊണ്ട്. കാരണം നാളെ മുതൽ നമുക്ക് വണ്ടി കയറ്റണ്ടാണല്ലോ. അപ്പം അശ്വരം പോയിട്ടുണ്ട്. ഇനി വിളിച്ചിട്ട് വരട്ടെ. ഇവിടെ വരുന്നയിടം വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ നമ്മുടെ വീടിൻ്റെ കതകയിൽ, അതായത് ഡോറയിൽ റിബൺ വെച്ചിട്ടുണ്ടായിരിക്കും, കീയുടെ കട്ടൗട്ടായിരിക്കും തരുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല നമുക്ക്. പിന്നെ ഓരോ സെയിൽസിനും ഓരോ ബിൽഡേഴ്സിനും ഓരോ ഓരോ രീതികളാണല്ലോ. നമുക്ക് അവർ വന്നു, കീ തന്നു, ഓപ്പൺ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അവരായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കീ കിട്ടുമ്പോൾ നമുക്കിടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവനെ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് അവനെ ആദ്യം കയറ്റണം കേട്ടോ. അതുപോലെ തന്നെ നടന്നു. അവനായിരുന്നു ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിയായിരിക്കും ഡോർ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളതും. അതുകൊണ്ട് തന്നെ അവനെ തന്നെ കേട്ടോ കയറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 3 പേരുടെയും ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ കീയൊക്കെ തുറന്ന് കയറി. നമ്മൾ വിചാരിച്ചു വലിയ കാര്യമായിട്ട് അവർ കീയൊക്കെ തരുമെന്ന്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു കീ കൊണ്ട് തന്നു, നമ്മളോട് തന്നെ ഓപ്പൺ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ കിച്ചണിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഒരു ബോക്സും പിന്നെ എന്തൊക്കെയോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നൊക്കെ ഒന്ന് തുറന്നു നോക്കണം. അശ്വടൻ കീയും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കട്ടോ, എല്ലാ കീയും ഇല്ലേ എന്നുള്ളത്. പിന്നെ എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് വാറണ്ടി പേപ്പറും, ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം വാറണ്ടി പേപ്പേഴ്സും പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും സാധനങ്ങളാട്ടോ ഇവിടെ ഒരു ബോക്സിൻ്റെ അകത്തുള്ളത്. പിന്നെ ഈ 2 ബോക്സ് എന്താണെന്നുള്ളത് അറിയത്തില്ല, അത് തുറന്നു നോക്കണം. നമുക്കിപ്പോൾ തുറന്നു നോക്കാം. ഇതെല്ലാം തുറന്നു നോക്കിയിട്ടാണ് പോകുന്നുള്ളൂ. പിന്നെ അപ്പം എന്താണ്ട് ഇതാണ് പരിപാടി. അപ്പം നമ്മൾ ആദ്യം കീയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ വീട് മൊത്തം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്, നമുക്ക് ചെറിയൊരു ഹോം ടൂർ ചെയ്യാമെന്ന്. അപ്പം ആദ്യം ഈ കാര്യങ്ങളും കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഞങ്ങൾ ചെയ്യട്ടെ കേട്ടോ പെട്ടെന്ന്. ലോക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്നത് അന്നേരം ലീക്കാവും പോകും. പക്ഷെ ഇത്രയും നീട്ടം ഉണ്ടായിട്ട് ആകെ ഇത്രയും മാത്രമേ സിങ്ക് ഉള്ളൂ ഇവിടെ. അതുകൊണ്ടല്ലേ ഇതാ വന്നേക്കുന്നത്. വീടിന്റെ അതിന് തന്നെ വേക്കും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഫഡ്ജ് കഴിക്കാനുള്ള സാധനങ്ങളാട്ടോ. ഞാൻ വിചാരിച്ചു വല്ല ഗ്ലാസ്സോ കേക്ക് ഐറ്റംസ് ഒക്കെ ആയിരിക്കണം. മിൽക്ക് ചോക്ലേറ്റ് ചങ്ക് ബിസ്ക്കറ്റ്. വാവ്, എന്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി പോയല്ലോ. ഇത് മൊത്തം ഫുഡ് കഴിക്കണ സാധനം. ഞാൻ വിചാരിച്ചു വല്ല ഗ്ലാസ്സോ പ്ലേറ്റ് ഒക്കെ ആയിരിക്കും.
ബാഡ്. ഷെഡഡ് ചീസ് എന്തോ സാധനം. ഇപ്പൊ ഓപ്പൺ ചെയ്യണില്ല ഒന്നും. ക്ലാസിക് ഏർലി ഗ്രേ. ഇതെന്താ? ടീ ബാഗ്സ്. അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിച്ചു വീട്ടിൽ വെക്കുന്ന ക്യാൻഡിലോ ഇങ്ങനെ ഒരു ചെറിയ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാൻഡിലാണ്. ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ തിന്നാനുള്ള ഐറ്റം ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഒരു കീ ചെയിനും കിട്ടി. എന്നാൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലല്ലേ. പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു, ഫ്ലോർ കെയർ കിറ്റ് കേട്ടോ. നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള കിറ്റാണ് ഓർഡർ തന്നേക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എന്തെങ്കിലും കേട്ടോ. ഒരു ചാക്ക് കിട്ടി, നല്ല ബാഗ് കിട്ടി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കണം. പക്ഷെ ഇതാട്ടെ. അപ്പം എന്തേ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പം ഞാനൊരു കുട്ടി ഹോം ടൂർ തരാം. ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കയറിയതാണല്ലോ. അപ്പം ജസ്റ്റായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള, അതായത് ഒന്നുമില്ലാത്തൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു ഹോം ടൂർ ആട്ടോ. നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വലിയൊരു ഹോം ടൂർ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പം എന്താണ്ടേ ഇത് ഇങ്ങനെ കയറുന്ന ഇതാണ് നമ്മുടെ എൻട്രൻസിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഷൂ ഒക്കെ ഊരിയിട്ടേക്കുന്ന കേട്ടോ. ഷൂ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ സ്റ്റെയറാണ് മുകളിലേക്ക്. ഇവിടെ ഒരു ചെറിയ റൂമുണ്ട് കേട്ടോ. ഇത് നമുക്ക് വൈഫൈ ഇല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ, നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ഇതിന് പവറിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, സോളാറിൻ്റെയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്താട്ടോ വരുന്നത്. അപ്പം നമുക്ക് ഇതിങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ആരും കാണത്തുമില്ല. അങ്ങനെ ഒരു സെറ്റപ്പിൽ. പിന്നെ ഈ സൈഡിൽ കുറച്ച് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വഴിയെ നോക്കാം നമുക്ക് എന്തൊക്കെ ആകും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെയും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ, സ്റ്റോറേജിന് വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് ഡോറാണ് വരുന്നത് നമ്മുടെ ലിവിങ് റൂം. ഇതാണ് ലിവിങ് റൂം. അത്യാവശ്യം 2 സോഫയൊക്കെ ഇടാനുള്ള ഒരു വലിയ ലിവിങ് റൂം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ചെയ്തോളാം ഇങ്ങനെ ഇതാട്ടോ. സോറി ചേട്ടൻ എനിക്ക് ഷൂട്ട് ചെയ്ത് തരണമെന്ന് ചോദിക്കാൻ വന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയത്തില്ല. അപ്പം അതാണ്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മുടെ ടോയ്ലറ്റ് ആട്ടോ. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇത് താഴത്തെ ടോയ്ലറ്റാണ്. താഴെ ഒരു ടോയ്ലറ്റാണുള്ളത്. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് ആട്ടോ ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ഇതെന്തെങ്കിലുമൊക്കെ കാണിച്ച് സെറ്റ് ചെയ്യണം. ഇതാണ് ഒരിതുള്ളത്. പിന്നെ എല്ലാത്തിനും ഡോർ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാട്ടോ. ഇനി ആട്ടോ നമ്മുടെ കിച്ചൺ. ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള കട്ടിലും അതുപോലെ തന്നെ ഷൂറാക്കും വന്നതായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പ് സാധനം എത്തി. അപ്പം ഇതാണ് കിച്ചൺ. കിച്ചണിൽ നിന്ന് കയറി കഴിയുമ്പം നേരെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഡോറ് ഗാർഡനിലേക്ക് ഇറങ്ങാനുള്ള കേട്ടോ. ഇതേ ഞാനിപ്പം അത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കിച്ചൺ വരുന്ന ഇതാണ്. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളുണ്ട്. ഡിഷ് വാഷർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയെല്ലാം. പിന്നെ ഈ കാണുന്ന ഡോറ് നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്റ്റോറേജ്. ഇവിടെയാട്ടോ വാഷിംഗ് മെഷീൻ വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു റൂമ്. അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാട്ടോ താഴെ വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലാണ് എല്ലാ ബെഡ്റൂമും വരുന്നത്. 4 ബെഡ്റൂം ആട്ടോ നമ്മുടെ വീട്. അങ്ങനെ തണ്ടേ മുകളിലെത്തി കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് എന്താ പറയുക സ്പേസ് ഉണ്ട്. ഒരു ലോബി പോലെ ചെറിയൊരു സ്പേസ്. പിന്നെ ഇവിടെ വരുമ്പം ഇതൊരു ടോയ്ലറ്റ് മുകളിലത്തേത്. ഇവിടെ ബാട്ടബും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇത് വരുന്നത് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. നമ്മളിത് ഗസ്റ്റ് ബെഡ്റൂം ആക്കാനാട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയണത്. ഇത് ഒരു ബെഡ്റൂം. കാണിക്കാം, അമ്മ വരാം. അവയാണെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത്ര നാൾ ഒരു റൂമിൽ കിടന്നതായിട്ട് പെട്ടെന്ന് ഇത്ര സ്പേസ് കിടമ്പോൾ ഉള്ളൊരിതുണ്ടല്ലോ, അതാണ്. അപ്പം ഇതാണ് നമ്മൾ അവയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന റൂം, കിഡ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ നമുക്ക് വാർഡ്രോബ് വെക്കാനുള്ള സെറ്റപ്പും ഉണ്ട്.
ഇവിടെ വോൾഡ്രോബ് ഒക്കെ നാളെ വരും കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ ഇവരെല്ലാം സെറ്റ് ചെയ്യാൻ വരും. പിന്നെ ഈ ബാത്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം കിങ് സൈസ് ബെഡ് ഇടാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പം ആ വോളിലാണ് നമ്മൾ വാൾഡ്രോബ് സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. കാരണം നമ്മൾ ഷോ ഹോമിൽ കണ്ടത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം സെയിം രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനാട്ടോ നമ്മൾ വിചാരിച്ചേക്കുന്നത്. പിന്നെ കട്ടൻസ് ഒക്കെ ഇപ്പോൾ നമുക്ക് മേടിക്കാൻ പോകണം. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇത് വരുന്നത് ഇതാണ്ടേ ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ അല്ല, നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇപ്പറേ വേറൊരു ചെറിയ റൂമുണ്ട്. ഈ റൂം എന്ന് പറയണത് ഓഫീസ് റൂം ആക്കാനാട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, മീൻസ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. ഇനി നമുക്ക് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മുടെ ഹോം വരുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇനി നമുക്ക് ആദ്യം തന്നെ പോയി കർട്ടൻസും കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ട്, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കും കേട്ടോ. പോയിട്ട് വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇതിലേക്ക് ഇവിടെ കയറാൻ ഉദ്ദേശിക്കുന്നത് സൺഡേ ആണ്. ഇന്നിപ്പം സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ദിവസം ഇനി ബാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിനി പോയിട്ട് അത് ആദ്യം ചെയ്യട്ടെ കേട്ടോ. അപ്പം നമ്മളിനി പോയിട്ട് അത് കഴിയട്ടെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നതാണേ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിലിരുന്നതാണ്. പിന്നെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് കോൾ വന്നു. നമ്മൾ പെട്ടെന്ന് റെഡി ഇറങ്ങിയതാണ്. അപ്പോൾ സാധനം മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് കയറി ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടൻസും അങ്ങനെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാനുണ്ട്. നാളെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വരും. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നടക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കാം. അവയാണ് എന്താണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി തുടങ്ങിയിട്ടോ. ഞാൻ പറയല്ലോ നല്ല വെയിലുണ്ട്. മീൻസ് വെളിയിൽ ഇറങ്ങുമ്പോൾ കാറ്റടിച്ചിട്ട് തണുക്കുന്നുണ്ട്. പക്ഷേ കാറിൻ്റെ കാത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു വെയിലാട്ടോ. ചൂടാണ്, വെയിലല്ല ചൂടാണ്. അപ്പം അവിനെയും ബുക്ക് എടുത്ത് പോയി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതെല്ലാം വാങ്ങിച്ച് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ട് വെക്കണം. ഇന്ന് ഏതെങ്കിലും വൈകുന്നേരം ആവും വീട്ടിൽ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത് മാക്ഡി ആട്ടോ. ഇവിടെ വേറെ അങ്ങനെ ഒത്തിരി വലിയ റെസ്റ്റോറൻറ്റ്സും കാര്യമില്ല. പിന്നെയുള്ള KFC കഴിക്കാൻ തോന്നുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മാക്ഡി കയറി കഴിക്കാതെ. കഴിച്ചിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം നമ്മൾ പെട്ടെന്ന് പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തുടങ്ങി. നമ്മൾ നേരെ പോകുന്നത് സോഫ കടയിലേക്കാട്ടോ. DFS എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ കാർഡിൽ നിന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ പോകാം. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇനിയും. അപ്പം ആ കാര്യങ്ങളൊക്കെ പോയി ചെയ്യട്ടെ. നമ്മളിവിടെ DFS എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ സോഫ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി നേരത്തെ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു എമൗണ്ടൊക്കെ കൊടുത്ത്. ഇന്ന് നമ്മൾ ബാക്കി എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡെലിവറി ഡേറ്റും ഫിക്സ് ചെയ്യണം. അതൊക്കെ ഫിക്സ് ചെയ്ത് നേരെ പോയത് ഡണലം എന്ന് പറഞ്ഞ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയണത് എങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ പേരെഴുതി കേട്ടോ, അതായത് ഷോപ്പിൻ്റെ പേര്. ഇവിടെയാണെങ്കിൽ കർട്ടൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കർട്ടൻസ് ആണ്. ഓരോ കളറിന് വേണ്ടി ഓരോ കളറിന് വേണ്ടി ഓരോ റോ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ റോയിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കർട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ സോഫയുടെ കളറും ഫ്ലോറിൻ്റെ കളറും എല്ലാം കൂടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കർട്ടൻസ് മാത്രമല്ല, വീട്ടിൽ വേറെ കുറേ സാധനങ്ങൾക്കുള്ള നല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് കർട്ടൻ ഹാങ് ചെയ്യാനുള്ള പോൾസ്, അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ചവിട്ടി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചതാണ്ട് ഇവിടെ നിൽക്കുക കേട്ടോ. അജയ്ശേട്ടൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞു. കുറച്ച് അവിടെ ആയിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകണ്ടേ അങ്ങോട്ടും, പാടായത് കാരണം പക്ഷേ വണ്ടി എടുക്കാൻ പോയി. ഞാനും അവിൻ്റെ ഇവിടെ ഇരിക്കുക. അവി നടന്ന് മടുത്തെന്ന് പറഞ്ഞത് ഇവിടെ സ്റ്റാൻഡിൽ കയറി ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി അജയ്ശേട്ടൻ ഇതെടുത്തിട്ട് ഇനി പുതിയ വീട്ടിൽ തന്നെ കൊണ്ടുവെക്കണം കേട്ടോ. നാളെ ഞാൻ പറഞ്ഞല്ലോ ഫിറ്റ് ചെയ്യാൻ ആൾ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് പാടാണല്ലോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും കേട്ടോ, സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ മറ്റേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നാളെ അവയ്ക്ക് സ്കൂളിൽ പോകണം. എനിക്ക് വർക്കുണ്ട്, അജയ്ശേട്ടനും വർക്കുണ്ട്. പിന്നെ നാളെ വീട്ടിൽ കുറേ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ നാളെ വരുമല്ലോ. അപ്പോൾ അങ്ങോട്ടും പോകണം. എല്ലാം കൂടെ നല്ലൊരു ഓട്ടപ്രദക്ഷിണമായിരിക്കും നാളെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടാം. അടുത്ത വീഡിയോ പാലുകാച്ചലും ഒക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പം എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.